ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുട്ടും പയറ് കറിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പുട്ടിന് നനച്ചൊക്കെ വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറിയ കുറച്ച് പൂളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. തേങ്ങേനെ മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുമാനി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു കുറ്റി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറാണ് അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായയുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടിക്ക് നീങ്ങി. അപ്പോൾ ഇത് നമ്മുടെ നത്തള് പൊരിയാണ്. പിന്നെ നത്തള് പൊരി നത്തള് കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യലി. പിന്നെ പുളിശ്ശേരി ഇന്നലത്തേതായിരുന്നു, അപ്പോൾ അത് ചൂടാക്കാനുണ്ട്. പിന്നെ ലേശ ചമ്മന്തി അരച്ചു. അതിന് ശേഷം നമുക്ക് കിട്ടിയത് ബീൻസ് തോരനായിരുന്നു. ബീൻസ് തോരൻ നമ്മൾ വറവ് എന്നാണ് പറയുക, ഞാൻ വെറുതെ കുറച്ച് പരിഷ്കാരിയായി തോരൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബീൻസ് നല്ല പുതിയ ബീൻസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ലോണം കഴിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കറി. വറ്റിച്ചാണ് എടുത്തത്. ഇതിങ്ങനെ വെച്ചാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ പളികളൊക്കെ ഇന്ന് വളരെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വത്തക്ക ഉണ്ടായിരുന്നത്. വത്തക്ക മുറിച്ചു തിന്നാന്ന് വിചാരിച്ചത്. അങ്ങനെ വത്തക്ക എടുത്ത് മുറിച്ചു. ഞാനിപ്പോൾ അത് കഴിക്കണം. അപ്പോൾ കഴിക്കാനായിട്ട് ഇന്ന് ഒരാൾ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് എന്നെ കമൻ്റ് അടിക്കുകയാണ്. ഇതേ ഒരു അടിയും കിട്ടി. ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയാക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് ആളെ എഴുന്നേറ്റ് പോയിട്ടാണ്. അപ്പോൾ വീട്ടിൽ നിന്നത് ഞാൻ ചോദിച്ചു ക്രിക്കറ്റ് കളി കാണാനാണ്, IPL തുടങ്ങിയല്ലോ, അപ്പോൾ അത് കാണാനായിട്ടാണ് ഇവിടെ നിന്നത്. എന്നാലും പറഞ്ഞാൽ അതെ അതിനായിട്ടാണ് നിന്നത് എന്ന്. അപ്പോൾ ക്രിക്കറ്റ് തുടങ്ങാൻ പോവുകയാണ്, നാളെ തൊട്ടാണ് തോന്നുന്നു തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് 2 ദിവസം മുന്നേ ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 2 ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വെള്ളം ആകെ മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ വല്ലാണ്ടായി. അപ്പോൾ ചോറുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടിനെയും പിടിച്ച് വെള്ളത്തിലിട്ടപ്പോൾ ഇതേ ശുദ്ധമായി കിട്ടിയ പോലെ പാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അർമാദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, കണ്ണ് തെറ്റി അവനെ അതിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കലക്കും. അതാണ് അത്രയും ഒരു ഇതുപോലെ കണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, നമ്മളെ കിറ്റിലാണ് നമ്മൾ മീൻ വളർത്തുന്നത്. അപ്പോൾ ഇതേ അതിൽ നിന്നെടുത്ത് ഇതിലേക്ക് ഇട്ടപ്പോൾ കുറച്ചുകൂടി ആശ്വാസം തോന്നുന്നു. ഇങ്ങനെ വായൊക്കെ പൊളിച്ച് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് മീൻ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ തീറ്റയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പം ഞാൻ 2-3 മീനിൻ്റെ ഫുഡൊക്കെ എടുത്തിട്ട് അതിനിട്ട് കൊടുത്തു. അപ്പോൾ അത് കഴിച്ച് നല്ല ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ല ഇങ്ങനെ നീന്തുകയാണ് വെള്ളത്തിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കെറ്റിൽ, മോശമായ കെറ്റിലാണ്. ഒരു ബൗളിൽ ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും മറന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം പറയും. പിന്നത്തെ സ്പെഷ്യലി ഇതൊക്കെ